ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. അതെന്താണെന്നറിയോ, ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ. അപ്പം എന്തായാലും വിചാരിച്ചു കുറച്ച് നാളായല്ലോ. പിന്നെ കമൻറ്റിൽ ഒരു കുട്ടി ഇങ്ങനെ എഴുതി ചോദിച്ചിരുന്നു, കിച്ചൺ ഷട്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഫിനിഷസിനെ കുറിച്ച് പറയുമെന്ന് കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി എഴുതി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്താണ് ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ആ വീഡിയോ ഇട്ടേക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണിൽ എന്തെല്ലാം ഫിനിഷസ് അവൈലബിൾ ആണ് ആൻഡ് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാർക്കറ്റിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് റോൾ. I've been thinking about myself today, thinking how I changed, how I really don't care. കിച്ചൻ്റെ ഷട്ടേഴ്സിനെ കുറിച്ച് പറയുമ്പം ആദ്യമായിട്ട് ലെറ്റ് മീ ടെൽ യു സംതിങ്. കിച്ചൻ്റെ ബേസ് യൂണിറ്റ്സ്, അതായത് ഉള്ളിലുള്ള ബോക്സസും മേളിലുള്ളതും വാട്ടർ പ്രൂഫ് പ്ലൈയും ലാമിനേറ്റും കൊണ്ട് തന്നെയായിരിക്കണം. അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണെങ്കിലും അത് യൂസ് ചെയ്യുവാണെങ്കിൽ, നല്ല ബ്രാൻഡ് അതും പ്രത്യേകിച്ചും യൂസ് ചെയ്യുവാണെങ്കിൽ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് റിപ്പയർ വർക്കൊന്നും പറ്റില്ല. ഇപ്പം ഷട്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ലാമിനേറ്റ് ഷട്ടേഴ്സ് എന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ലാമിനേറ്റ് ഷട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും, വളരെ സിമ്പിളായിട്ടും എന്നാൽ അതേ സമയത്ത് ഒരുപാട് നല്ല ഫിനിഷസ്, ക്ലീൻ ലുക്കോടുകൂടി കിച്ചനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ലാമിനേറ്റ്. പണ്ടത്തെ സൺമൈക്ക ഇല്ലേ, ആ മെറ്റീരിയലേ അല്ല ലാമിനേറ്റ്. ഇപ്പോൾ ഇഷ്ടം പോലെ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. അതായത് മെറീനോ, പിന്നെ നാഷണൽ, ഇങ്ങനെ പല പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഒരു ഷീറ്റിന് 6,000 to 10,000 റുപ്പീസ് വരെ വരുന്ന മെറ്റീരിയൽ വരെയും അവൈലബിൾ ആണ്. അപ്പം അതിനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ എന്ത് ഫിനിഷാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അത് വാട്ടർ പ്രൂഫ് പ്ലൈയിൽ ലാമിനേറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം എഡ്ജ് ബാൻഡ് ടേപ്പ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ക്ലീൻ ലുക്കായിട്ടിരിക്കും. നോർമൽ കാർപ്പൻട്രി വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എഡ്ജസ് എല്ലാം വളരെ ഷാർപ്പായിരിക്കും. ഫാക്ടറിയിൽ തന്നെ എഡ്ജ് ബാൻഡ് ടേപ്പ് വെച്ച് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ വളരെ ക്ലീൻ ഫിനിഷായിട്ട് വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ലാമിനേറ്റിൽ തന്നെ ഗ്ലോസി ഫിനിഷ് ഉണ്ട്, പിന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട്, പിന്നെ വുഡൻ ഗ്രെയിൻസ് വേണമെങ്കിൽ ഇപ്പോഴൊക്കെ അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ഫിനിഷ് അല്ല, അതിൽ തന്നെ ഇങ്ങനെ ഗ്രെയിനി ആയിട്ട് നമുക്ക് ആക്ച്വൽ വുഡിൻ്റെ ഫിനിഷ്, ആ ഒരു ടച്ച് ആൻഡ് ഫീലൊക്കെ വുഡിനെ പോലെയുള്ള മെറ്റീരിയൽ വരെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ കുറച്ച് റീസർച്ച് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് നിങ്ങളും കൂടി മാർക്കറ്റിൽ പോയി എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ ഐഡിയാസ് കിട്ടുന്നതാണ് തോന്നുന്നത്. പിന്നെ ഈ എഡ്ജ് ബാൻഡ് ടേപ്പ് എന്നുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ നോർമൽ കാർപ്പൻറ്റേഴ്സ് ഇപ്പോൾ കൈ കൊണ്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ ചിലപ്പോൾ അത്രയും ക്ലീൻ ഫിനിഷ് വരത്തില്ല കേട്ടോ. അപ്പം അത് വർക്ക്മാൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഫാക്ടറിയിൽ ചെയ്യുവാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് തന്നെ അത് വരുന്നതാണ് തോന്നുന്നത്. ഈവൻ വളരെ ഹൈ എൻഡ് പ്രോഡക്ട്സും ഹാർഡ്വെയറും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ലാമിനേറ്റ് കിച്ചൺസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ലാമിനേറ്റ് ആൻഡ് വേറൊരു മെറ്റീരിയൽ, അതായത് മേളത്തെ ക്യാബിനറ്റ് അക്രിലിക് അല്ലെങ്കിൽ സോളിഡ് വുഡോ മെംബ്രെയിൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് താഴത്തെ ക്യാബിനറ്റ്സ് ലാമിനേറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കോമ്പിനേഷനും ചെയ്യാറുണ്ട് ഞങ്ങൾ. സോ ഇത് വളരെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മെറ്റീരിയൽസ് ആണ്. കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് ആൻഡ് ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് ഫാക്ടറിയിലും വളരെ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ലാമിനേറ്റ് ഫിനിഷിൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ 2 കിച്ചൺസ് ഉണ്ടാവുമല്ലോ. വെറ്റ് കിച്ചണിന് ശരിക്കും പറഞ്ഞാൽ ലാമിനേറ്റ് കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് ഒരു കുറച്ച് ഷോയി ആയിട്ടും പിന്നെ ഒരു മെയിൻ കിച്ചണായിട്ട് വരുന്നതിന് വേറെ എന്തെങ്കിലും മെറ്റീരിയലായിട്ടും ചിലർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ദറ്റ് ലാമിനേറ്റ് ഒരു ഇൻഫീരിയർ മെറ്റീരിയൽ ആണെന്നല്ല കേട്ടോ എൻ്റെ ഉദ്ദേശം. അവരവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. രണ്ടാമത്തേത് മെംബ്രെയിൻ ഷട്ടേഴ്സ്. മെംബ്രെയിൻ ഉള്ള പേര് തന്നെ അതൊരു തിൻ, ഒരു 0.5 പോലും തിക്നെസ് ഇല്ലാത്തൊരു ഷീറ്റാണ്. അത് MDF അല്ലെങ്കിൽ HDF ബോർഡ്സിൽ, അതായത് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡിലോട്ട് അത് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ലാമിനേറ്റുമായിട്ട് അതിൻ്റെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ കൂടുതൽ ഫിനിഷസ് കൊണ്ടുവരാം. പിന്നെ അതിന് ഗ്രൂവ്സ് ഉണ്ടാക്കി ആ ഗ്രൂവ്സ് പോലെ, അപ്പോൾ നമുക്ക് വുഡൻ കിച്ചണിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഫ്രെയിം ഫിനിഷൊക്കെ, അതുപോലെയൊക്കെ മെംബ്രെയിൻ ഷട്ടേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ എഡ്ജസ് നമുക്ക് ലാമിനേറ്റിനെ പോലെ ഷാർപ്പായിരിക്കില്ല, എഡ്ജസ് ഇങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലൊരു മെറ്റീരിയലാണ്. ഒത്തിരി കാലമായിട്ട് ഇപ്പോൾ ഒരു 20-25 ഇയേഴ്സ് ആയിട്ട് പണ്ട് മോഡ്യുലർ കിച്ചൺസ് വരുമ്പോൾ മെംബ്രെയിൻ ഷട്ടേഴ്സ് ആയിരുന്നു വന്നിട്ടിരുന്നത്. ഒരു വുഡൻ കിച്ചൺ അല്ലെങ്കിൽ ഒരു വുഡൻ സ്റ്റൈൽ ഒരു വാർഡ്രോബ് ഉണ്ടാക്കണം ഒരാൾക്ക്, പക്ഷേ ബഡ്ജറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഷട്ടേഴ്സ് നല്ലൊരു ചോയ്സാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ബോർഡ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സെക്കൻഡ്ലി അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജസ് ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്തുള്ള ഷട്ടേഴ്സ് എല്ലാം ചിലപ്പോൾ അധികം മോയ്സ്ചറും ചൂടും ഒക്കെ തട്ടിയിട്ട്
ചിലപ്പോൾ അത് പീൽ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 7-8 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ചിലവരുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പം പീൽ ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്താൽ അങ്ങനെ വരുന്ന സാധ്യത കുറവാണ് കേട്ടോ. ഇപ്പോൾ പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് എന്ന് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ മെംബ്രെയിൻ ഷട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആദ്യം പ്രീ ലാമിനേറ്റഡ് ആൻഡ് മെംബ്രെയിൻ ഷട്ടേഴ്സ് ഈ രണ്ട് പറയുന്നതിന് മുമ്പേ MDF എന്താണ്, HDF എന്താണെന്നും കൂടി പറയാം. അപ്പോൾ MDF എന്ന് പറഞ്ഞാൽ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡാണ്. HDF എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ബോർഡ്സ് എല്ലാം ആക്ച്വൽ വുഡല്ല, പക്ഷേ വുഡിൻ്റെ മെറ്റീരിയലാണ്. അത് വുഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള സോ ഉണ്ടല്ലോ, ആ പൊടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറേ ബൈൻഡിങ് മെറ്റീരിയൽ, അതായത് അതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര ഹാർഡായിട്ട് കംപ്രസ് ചെയ്തിട്ടുണ്ടോ, എത്ര ഡെൻസ് ആക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി, അതായത് അതിൻ്റെ എത്ര ലാസ്റ്റ് ചെയ്യുന്നുള്ളതും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ എക്സ്റ്റീരിയർ ഗ്രേഡ് MDF അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഗ്രേഡ് HDF യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിച്ചണിന് ലാമിനേറ്റ് ഒട്ടിക്കാം, അതിൻ്റെ പുറത്ത് പല ഷീറ്റ്സും ഒട്ടിക്കാം, അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിനിഷും ഒട്ടിക്കാൻ പറ്റും. നന്നായിട്ട് നല്ല ഹാർഡ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഒക്കെ 10-15 ഇയേഴ്സ് ആയാലും ഒന്നും പറ്റത്തില്ല കേട്ടോ. ലെറ്റ് മീ കം ബാക്ക് ടു പ്രീ ലാമിനേറ്റഡ് HDF ബോർഡ്, പ്രീ ലാമിനേറ്റഡ് MDF ബോർഡ്. അപ്പോൾ ഈ പ്രീ ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു വളരെ തിൻ ഷീറ്റ് ഓഫ് ലാമിനേറ്റ് ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. അപ്പോൾ നമുക്കിപ്പോൾ വാടകയ്ക്കൊരു വീടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് സമയം ലാഭിക്കണം, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം അത് പെട്ടെന്ന് വാങ്ങിച്ച് ഒട്ടിച്ച് എഡ്ജ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം തീർന്നു. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചിലപ്പം നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കളേഴ്സൊക്കെ ചിലപ്പം വളരെ കുറച്ച് കളേഴ്സേ ചിലപ്പം അവൈലബിൾ ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് എനിക്ക് ലാക്കേർഡ് അല്ലെങ്കിൽ PU കോട്ടഡ് ഷട്ടേഴ്സ് കേട്ടോ. PU കോട്ടഡ് ഷട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നത്തിങ് ബട്ട് ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ എന്താ ചെയ്യുന്നത്, ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് അത് അവർ ബേക്ക് ചെയ്യും, റൈറ്റ്? അപ്പോൾ അതേപോലെയാണ് ഇതിൽ ബേക്കിംഗ് നടക്കുന്നില്ല, പക്ഷെ സിമിലർ ടു കാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഡി പ്രോഡക്റ്റ് ഫുള്ളി പെയിൻറ്റഡ് ആയിട്ടുള്ള സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ സെയിം ഇഫക്റ്റാണ് ഇതിനും. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് കിച്ചണിൽ അത് നല്ല ലാസ്റ്റിംഗ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 to 5 ലെവൽസ് എങ്കിലും അത് കോട്ടിംഗ് ഉണ്ടാകണം. ഇതിപ്പോൾ ഏത് ബോർഡിലാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഐ വുഡ് സ്റ്റിൽ സേ എക്സ്റ്റീരിയർ ഗ്രേഡ് MDF അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഗ്രേഡ് HDF ബോർഡ്സ് യൂസ് ചെയ്യുക. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള MDF ആൻഡ് HDF ബ്രാൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ലാക്കറിംഗ് ബൂത്തിൽ പ്രോപ്പറായിട്ട് വെച്ച് ഡസ്റ്റ് ഒന്നും വീഴാത്ത അടുത്ത് എക്സ്പെർട്ടീസ് ഉള്ള ഒരാളെ കൊണ്ട് വേണം നിങ്ങളത് ചെയ്യിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഇങ്ങനെ ലാക്കേർഡ് ഫിനിഷസ് ഇങ്ങനെ റെഡി ആയിട്ട് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സൈസസ് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ ആ പ്രോഡക്റ്റ് നമുക്ക് ഫിനിഷ്ഡ് ആയിട്ട് തരും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കളർ കോമ്പിനേഷൻസ്, നമുക്ക് എന്തെല്ലാം കളേഴ്സ് വേണം. പ്രിൻറ്റഡ് പറ്റത്തില്ല, പക്ഷേ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ സാമ്പിൾ നമുക്കൊരു 4-5 ഷെയ്ഡ്സിൻ്റെ സാമ്പിൾ ഉണ്ടാക്കിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലൈസ് ചെയ്യാനും പറ്റും. അത്രയും പവർ ഒരു ഡിസൈനറിന് കിട്ടും. എല്ലാ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനും വളരെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് മോറോവർ അതിൽ തന്നെ നമുക്ക് ഹൈ ഗ്ലോസ് ഫിനിഷ് അച്ചീവ് ചെയ്യാം, പിന്നെ മാറ്റ് ഫിനിഷ് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെമി മാറ്റ്, അതായത് ഒത്തിരി ഷൈനിങ്ങോ അല്ല, ഒരുപാട് അങ്ങ് ഡള്ളായി പോകാണ്ടിരിക്കാതെ ഒരു ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ് അങ്ങനെയും ബഫ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് അവരെങ്ങനെയാണ് ബഫ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്ലാസ് വരുന്നത്. പ്ലെയിൻ ഫിനിഷായിട്ടും കൊണ്ടുവരാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രൂവ്സ് എല്ലാം കൊടുത്ത് ഒരു വുഡൻ ഷട്ടേഴ്സിൻ്റെ ഫിനിഷ് ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് കളർ, അതിൽ മൾട്ടിപ്പിൾ ഡിസൈൻസും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെയിൻലി ഞാൻ പറയും അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ബിക്കോസ് ഒബ്വിയസ്ലി ഇത്രയധികം ലെയേഴ്സ് നമ്മൾ കൊടുത്ത്, പിന്നെ വർക്ക്മാൻഷിപ്പ് ഉണ്ട് ഇതിൽ, പിന്നെ നല്ല MDF or HDF ബോർഡ് മേടിക്കണം, പിന്നെ അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് മേളത്തെ ക്യാബിനറ്റ്സ് എല്ലാം ലാക്കറും താഴത്തെ ക്യാബിനറ്റ്സ് ഒക്കെ ലാമിനേറ്റും അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം, ഹൈ ഗ്ലോസ് അക്രലിക് ഷീറ്റ്സ് ആണ്. അക്രലിക് ഷീറ്റ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ കിട്ടാറുണ്ട്. പണ്ടൊക്കെ ക്ലിയർ അക്രലിക് ഷീറ്റ് കിട്ടത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ചൂസ് ചെയ്ത് അത് ഒരു എന്താ പറയുക, അതൊരു MDFO HDFO ബോർഡിൽ ഒട്ടിച്ചിട്ടാണ് നമ്മളത് ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുന്നത്. ആൻഡ് അതിൻ്റെ സൈഡ്സ് അക്രലിക് ഷീറ്റ്സിൻ്റെ തന്നെ എഡ്ജ് ബാൻഡ് ടേപ്സ് കിട്ടും, അതിന് മാച്ച് ചെയ്തിട്ടുള്ള അക്രലിക്കിൻ്റെ തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെറ്റാലിക് ഫിനിഷുള്ള എഡ്ജ് ബാൻഡ് ടേപ്സ് കിട്ടും. അത് നമ്മൾ
ഫിനിഷ് ഫാക്ടറിയിൽ തന്നെ അത് വെച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം അക്രിലിക് ഷീറ്റ്സ് പ്ലൈയിൽ ഒട്ടിക്കാവുമെന്ന് ചിലർ ചോദിക്കും. അക്രിലിക് ഷീറ്റ്സ് പ്ലൈയിൽ ഒട്ടിക്കാൻ പാടില്ല. ബിക്കോസ് അത് പ്ലൈ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എത്ര ഹൈലി കാലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്ലൈ ആണെങ്കിലും ആ പെർഫെക്റ്റ് MDFൻ്റെയോ HDFൻ്റെയോ ആ സർഫസിൻ്റെ ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എനി ഹൈ ഗ്ലോസ് ഫോർ ദാറ്റ് മാറ്റർ, അത് അക്രിലിക് ഷീറ്റ്സ് മാത്രമല്ല ഈവൻ ലാമിനേറ്റിലെ ഹൈ ഗ്ലോസ് ഫിനിഷും ഈ പ്ലൈയിൽ ഒട്ടിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ചെറിയ അൻഡുലേഷൻസ് കാണും. അത് നമുക്ക് നേരെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അത്ര റിയലൈസ് ചെയ്യത്തില്ല. പക്ഷെ അത് ഷട്ടേഴ്സായിട്ട് ഫിറ്റ് ചെയ്യുമ്പം ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാകും. സോ എപ്പോഴും അക്രലിക് ഷീറ്റ്സ് പ്രത്യേകിച്ചും നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ബോർഡ്സ് MDF അല്ലെങ്കിൽ HDF എക്സ്റ്റീരിയർ ഗ്രേഡ് യൂസ് ചെയ്തോളൂ. ഇത് അൾട്രാ മോഡേൺ ആയിട്ടുള്ള കിച്ചൺ ഫിനിഷസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ വളരെ നല്ല പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് പെട്ടെന്നാകും. മാത്രമല്ല ഓഫ് കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പോൾ ഓയിൽ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കാണും. ബിക്കോസ് അതിനൊരു മിറർ ഫിനിഷ് ഉള്ളതല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണിൽ പെട്ടെന്ന് തന്നെ അത് കാണും. സോ അപ്പോൾ ഓബ്വിയസ്ലി ഹൈ മെയിൻ്റനൻസ് ആണ്, ഹെവി ഡ്യൂട്ടി മെയിൻ്റനൻസ് ഉള്ളൊരു മെറ്റീരിയലായിട്ട് തന്നെ പറയാം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ധാരാളമായിട്ട് വെച്ചോളൂ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. കുറച്ച് കെയർ എക്സ്ട്രാ ആയിട്ട് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആറാമത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫിനിഷാണ് സോളിഡ് വുഡ് ഫിനിഷ്. സോളിഡ് വുഡ് എന്ന് പറയുമ്പം നമ്മൾ മലയാളികൾക്ക് മോസ്റ്റ്ലി ടീക്ക് വുഡ് തന്നെയാണ് അല്ലേ. ടീക്ക് വുഡ് അല്ലെങ്കിൽ റോസ് വുഡ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ മെഹഗനി, പിന്നെ പലരും റബ്ബർ വുഡ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. വളരെ ചുരുക്കം പേരാണ് വുഡ് കിച്ചൺ വേണമെന്ന് ചോദിച്ചു വരുന്നവർ. പക്ഷെ അങ്ങനെ വരുന്നവർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനിഷസ് വേണമെന്ന് പറഞ്ഞു തന്നെയാണ് വരുന്നത്. ബിക്കോസ് അവർക്ക് കുറേ കൂടെ ഒരു ക്ലാസിക് ടച്ച്, ഒരു ട്രഡീഷണൽ ടച്ച് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും. പക്ഷേ അഗെയിൻ ഞാൻ എൻ്റെ കിച്ചൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം കേട്ടോ. അതൊരു ഇറ്റാലിയൻ ഷട്ടേഴ്സാണ്. അവിടുന്ന് ബാംഗ്ലൂരിലൊരു വെൻഡറിൻ്റെ അടുക്ക ഞങ്ങൾ മേടിച്ചിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും നല്ല ഫിനിഷ് എനിക്ക് ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. കുറച്ച് ഹിമാചൽ പ്രദേശ് അവിടെ ഇവിടെ നിന്നൊക്കെ ചില കമ്പനീസ് ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ അഗെയിൻ അതിന് ഒരുപാട് ടൈം നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ നാട്ടിൽ ട്രീറ്റഡ് ആയിട്ടുള്ള വുഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പഴയ തടി ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ഒരു റസ്റ്റിക് ടച്ചോടുകൂടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്ന ആ ഫിനിഷ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ തന്നെ ട്രീറ്റ് ചെയ്ത വുഡാണെങ്കിലും കുറച്ച് ഷ്രിങ്കിങ്ങും കുറച്ച് എക്സ്പാൻഷനും വുഡിന് വളരെ നാച്ചുറലായിട്ട് വരുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലെടുത്തോണം. പക്ഷേ സോളിഡ് വുഡ് ഇസ് ഓൾവേസ് എവർഗ്രീൻ ആൻഡ് എവർ ലാസ്റ്റിംഗ്. അതിൻ്റെ ഇനിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? കോസ്റ്റ്. വളരെ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് നല്ല കോസ്റ്റ് കൂടാൻ ചാൻസ് ഉള്ളൊരു മെറ്റീരിയലാണ് സോളിഡ് വുഡ് ഷട്ടേഴ്സ്. അപ്പോൾ അത് കോസ്റ്റ് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ എയർ ആൻഡ് ഡു ഇറ്റ്. ഏഴാമത്തത് ഞാൻ 2 കോമ്പിനേഷൻസ് ഞാൻ പറയാം. അത് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ അല്ല, പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ ചില ആൾക്കാർ വളരെ ഹൈ എൻഡ് കിച്ചണായിട്ട് ഇറക്കുന്ന 2 കാര്യങ്ങളാണ് സെറാമിക് കോട്ടഡ് ഷട്ടേഴ്സും ഇനിയൊരു ഇത് ഗ്ലാസ് തന്നെ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നോട്ട് ലൈക്ക് എക്സാക്ട് ഗ്ലാസ് വിത്ത് അലുമിനിയം ഫ്രെയിം, അത് അവൈലബിൾ ആണ്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ച്വൽ വളരെ തിൻ ഗ്ലാസ് ഷീറ്റ്സ് ഈ പറയുന്ന HDF ബോർഡ്സിലോ അല്ലെങ്കിൽ MDF ബോർഡ്സിൽ ഒട്ടിച്ചിട്ട് മാർക്കറ്റിൽ റെഡി അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കാണാറുണ്ട്. അത് എസ്പെഷ്യലി ഇമ്പോർട്ടഡ് റെഡിമെയ്ഡ് കിച്ചൺസിൽ, പ്രത്യേകിച്ചും നോൾട്ടെ കിച്ചൺ അങ്ങനത്തതിലൊക്കെ കുറേ കാലമായിട്ട് അവൈലബിൾ ആണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ബേസ് യൂണിറ്റ്സ് ഗ്ലാസ് കൊടുക്കാണ്ട് ബേസ് യൂണിറ്റ്സിൽ അക്രലിക് യൂസ് ചെയ്തിട്ട്, ക്ലിയർ അക്രലിക് ഗ്ലാസ് പോലെ ഇരിക്കുന്ന യൂസ് ചെയ്തിട്ട് മുകളിലത്തെ യൂണിറ്റ്സ് എല്ലാം ഗ്ലാസ് ഫിനിഷ് വിത്ത് ദോസ് കളേർഡ് ബോർഡ്സ് യൂസ് ചെയ്യും. ഇത് വളരെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളതാണ്. ഇത് റെഡി ആയിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ചെയ്തു തരാൻ റെഡി ആയിട്ട് ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ദെൻ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ഫിനിഷാണ് വരുന്നത്. അക്രലിക്കിനേക്കാളും വളരെ ഹൈ ഫിനിഷാണ് കിട്ടുന്നത് ഇതിൽ. ആൻഡ് മോറോവർ ഈസി മെയിൻ്റനൻസ് ആണ്, ഗ്ലാസ് അല്ലേ. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം, സോപ്പ് വാട്ടർ വെച്ചും അത് തുടച്ചെടുക്കാൻ പറ്റും. ശരിക്കും ഹൈലി എക്സ്പെൻസീവ് ആണ്. ഈ ലൈനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ചില ഫ്രണ്ട്സ് തന്നെ അത് അച്ചീവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 4mm ഗ്ലാസ് പിടിപ്പിച്ചിട്ട്. അതെനിക്ക് മറ്റേതിൻ്റെ അത്ര ഫിനിഷ് തോന്നാറില്ല, എന്നാലും വേണമെങ്കിൽ റിസ്ക് എടുക്കാം. ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ 4mm ഗ്ലാസ് ടഫ് ആൻഡ് ടെമ്പേർഡ് ഗ്ലാസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടഫ് ആയിട്ടുള്ള ഗ്ലാസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ആക്കർ ചെയ്ത് ബോർഡിൻ്റെ പുറത്ത് ഒട്ടിച്ച് ചെയ്യാം. പക്ഷേ അഗെയിൻ ഈ ബോർഡിൻ്റെ സൈഡിൽ നമുക്ക് ഡ്രോവേഴ്സും പിന്നെ ആ സ്ക്രൂ ഒക്കെ ചെയ്യണമല്ലോ, ഹാർഡ്വെയർ. അത് ചെയ്യുമ്പോൾ ആ സ്ക്രൂ പോയി ഈ ഗ്ലാസ്സിൽ എങ്ങാനും ബാക്കിൽ നിന്ന് അത് തട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് ഗ്ലാസ് തന്നെ ഷാറ്റേർഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. പക്ഷെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. ഇൻ ദ നെക്സ്റ്റ് 5 years
അതിൻ്റെ പല വേരിയേഷൻസ് അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ സെറാമിക് കോട്ടഡ് ഷട്ടേഴ്സ്. ഇപ്പോൾ സെറാമിക് കോട്ടഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തിൻ ലെയർ ഓഫ് സെറാമിക് കോട്ടിങ് ഈ ബോർഡ്സിൻ്റെ പുറത്ത്, ഈ ഗ്ലാസ് എങ്ങനെയാണോ അതേപോലെ ഈ ബോർഡ്സിൻ്റെ പുറത്ത് സെറാമിക് ടൈൽ, വളരെ തിന്നായിട്ടുള്ള ടൈൽ അതിൽ ഒട്ടിച്ചിട്ടുണ്ടാകും. വളരെ റസ്റ്റിക്കായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഇപ്പോൾ ഒരു സ്റ്റോൺ ഫിനിഷ് അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അഗൈൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇഫ് യു ക്യാൻ അഫോർഡ്, അത് നിങ്ങൾക്ക് വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിച്ചൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ അല്ലേ. ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് കോഴ്സ് വളരെ വളരെ ഹൈ ആണ്. ആൻഡ് രണ്ടാമത്തേന്ന് വെച്ചാൽ ഇത് നല്ല ഹെവിയാണ്. ബിക്കോസ് അത് സെറാമിക് കോട്ടിംഗ് ഉള്ള ടൈല് തന്നെയാണ് അതിൽ ഒട്ടിച്ചിരിക്കുന്നത്. അത്രയും തിക്നെസ് ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ ടൈലിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ വെയിറ്റ് ഒരുപാട് കൂടുമ്പം അതിനനുസരിച്ചിട്ട് അത് പിടിക്കാനുള്ളത്രയ്ക്ക് ഹെവി ഗേജ് ആയിട്ടുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ കോസ്റ്റും കൂടി ഡബിൾ ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തതും ഞാൻ കണ്ടിട്ടുള്ള പ്രോഡക്ട്സും ആണ്. ഈ 7 എണ്ണം ഞാൻ എടുത്ത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. പ്ലീസ് കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യണം. സോ ടിൽ ദെൻ ബൈ.